കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഡെസേക്കോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അതിന്റെ അതേ ഒരു തീമിലുള്ള ഒരു പെൻ ഹോൾഡർ കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റിന് ആദ്യം തന്നെ വേണ്ടത് ഒരു കട്ടിയുള്ള പേപ്പറാണ്, അല്ലെങ്കിൽ കാർഡ്ബോർഡ് ആയാലും മതി കേട്ടോ. എന്നിട്ട് അതിനൊന്ന് പെയിന്റ് ചെയ്തെടുക്കുക. എൻ്റെ കയ്യിൽ ഞാൻ ഉദ്ദേശിച്ച കളർ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ പെയിന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ കളർ പ്രിന്റ് എടുത്തിട്ട് ഇങ്ങനെ കവർ ചെയ്തെടുക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെ കവർ ചെയ്യുന്നത് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ അതിൻ്റെ നടുക്കത്തെ ആ ഒരു സംഭവം കൂടി വെച്ച് കൊടുത്തു. ഇതുപോലെ ഒന്നല്ല കേട്ടോ, രണ്ടെണ്ണം ചെയ്യണം. പിന്നെ അതിൻ്റെ ബാക്കും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇതുപോലെ രണ്ടെണ്ണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഭയങ്കര സിമ്പിളാണ്. ഒരു ചെറിയൊരു ഏതെങ്കിലും ബോക്സ് എടുക്കുക, എന്നിട്ട് അതിന് കവർ ചെയ്ത് കൊടുക്കുക, അതിലേക്ക് ഈ രണ്ടെണ്ണം ഒട്ടിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഞാൻ ഉണ്ടാക്കിയ പെൻ ഹോൾഡേഴ്സിൽ എനിക്ക് ഏറ്റവും ക്യൂട്ട് ആൻഡ് സിമ്പിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പെൻ ഹോൾഡർ ഇതാട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ആയിട്ട് പറയുക. ആൻഡ് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു 5 മിനിറ്റ്സോ 10 മിനിറ്റ്സേ വേണ്ടുള്ളൂ. ഇനി ആ ഒരു ടൈമിൻ്റെ റിസൾട്ട് ഉണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് നെക്സ്റ്റ് വീഡിയോ എന്താണ് വേണ്ടതെന്നും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.